അപ്പൊ അള്ളാഹു പറയാണ് മാ ലഹും ബിഹി മിൻ ഇൽം, കൃത്യമായ ഒരു അറിവ് ഈ വിഷയത്തിൽ ഇവരുടെ കയ്യിലില്ല. എന്നാൽ വന്നുണ്ടാവാം, ഷക്ക് ഉണ്ടാവാം, വഹ്മുണ്ടാവാം, ജഹ്ല് ബസീത്ത് ഉണ്ടാവാം, ജഹ്ല് മുറക്കബ് ഉണ്ടാവാം. ഇതൊക്കെ അവരുടെ കയ്യിലുള്ളൂ. ഇൽമ് അവരുടെ കയ്യിലില്ല. എന്താണ് ശരിക്കുള്ളത് എന്നുള്ളത് ഒരു കാര്യത്തെക്കുറിച്ച് യഥാർത്ഥ അറിവ് അവരുടെ കയ്യിലില്ല. വലാ ലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാരുടെ കയ്യിലുമില്ല. അതിനെ പിതാക്കന്മാരുടെ കാര്യം പറയുന്നത്, അധിക ആളുകൾക്കും ഈ പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ അവർ ജീവിച്ചു പോരുന്ന മതമാകട്ടെ അല്ലെങ്കിൽ ആദർശമാകട്ടെ, ദുനിയാവിൽ അധികം ആളുകളും എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ കുടുംബം, എന്റെ കുടുംബ പരമ്പര, എന്റെ കുടുംബക്കാർ, എന്റെ പിതാമഹന്മാർ, അവരേതിലാണോ ജീവിച്ചു പോന്നത് അതാണ് ശരി, അതാണ് ശരി, അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും. ഇപ്പൊ ചില ആളുകൾ നമ്മൾ ഏത് നാട്ടിലാണോ ജനിച്ചത് ആ നാടാണ് ലോകത്തിലെ ഏറ്റവും നല്ല നാട് എന്ന് പറയുന്ന പോലെയാണ്, ഞാൻ ഏതിലാണോ ജനിച്ചത് അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? നമ്മൾ തന്നെ ആയിരിക്കും, ആ പറയുന്ന ആൾ തന്നെ ആയിരിക്കും, ഞാൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ. അങ്ങനെയല്ല ഒരു കാര്യത്തെ അവൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തെ അതിന്റെ തെളിവ് കൊണ്ടും അതിന്റെ പ്രമാണം കൊണ്ടും അതിന്റെ സത്യത കൊണ്ടുമാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ആളുകൾ എല്ലാ കാലത്തും ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾക്കുള്ള വാദങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാദമാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് പറഞ്ഞുവോ, ഞങ്ങളുടെ പിതാക്കന്മാർ എന്തിൽ ജീവിച്ചുവോ അത് മതി ഞങ്ങൾക്ക്. നമ്മുടെ നാട്ടില് ഷിർക്കിന്റെ ആളുകളായിട്ട് ജാറത്തിലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ട് പലതരത്തിലുള്ള മൗലൂദോ റാത്തീബോ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടുന്ന ആൾ, അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നവരാണ്, അതാണ് ശരി എന്ന് പറയാം. അള്ളാഹു ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവര് പിതാക്കന്മാർ തന്നെ പഴച്ചവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇത് ശരിക്കൊരു വലിയൊരു അബദ്ധം പിടിച്ച വാദമാണത്. ഒരാള് അയാളുടെ ഉപ്പ ഒരു മദ്യപാനിയാണ് വിചാരിക്കുക, അയാളുടെ ഉപ്പാന്റെ ഉപ്പ ഒരു മദ്യപാനിയാണ് വിചാരിക്കുക. അയാൾ പറയാണ് എന്റെ ഉപ്പാന്റെ ഉപ്പൊക്കെ കള്ളുടിക്കായിരുന്നു, അപ്പൊ ഞാനും കള്ളുടിക്കുക, അതാണ് ശരി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയല്ലല്ലോ, ശരിയും തെറ്റും അങ്ങനെയല്ലല്ലോ വേർതിരിക്കുക. ഒരു ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ഈ രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റും, പക്ഷെ ദീനിന്റെ വിഷയമാകുമ്പോ ഇത് മതി എന്നുള്ള നിലക്ക് അവർ പറയും. അള്ളാഹു പറയാണ് അവരുടെ പിതാക്കന്മാരുടെ കയ്യിൽ എന്തില്ല, ആ വിഷയത്തിൽ ഇൽമില്ല, അവരും പിഴച്ചത് തന്നെ.